കഴിഞ്ഞ ഒരു FSOന്റെ 2020 ആണെന്ന് തോന്നുന്നു എക്സാമിന് തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ചീസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇപ്പോ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ചോദ്യം. ഡ്യൂറിങ് ചെഡാർ ചീസ് മാനുഫാക്ചർ റെന്നറ്റ് സ്പ്ലിറ്റ് ദ കാപ്പ കസീൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ്. റെന്നറ്റ് ചെഡാർ ചീസ് മാനുഫാക്ചറിന്റെ സമയത്ത് കാപ്പ കസീനെ ഏതിന്റെ ജംഗ്ഷൻ, ഏത് രണ്ടെണ്ണത്തിന്റെ ജംഗ്ഷനിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫീനൈൽ അലാനിൻ ഹിസ്റ്റഡിൻ, ഓപ്ഷൻ ബി മെഥിയോണിൻ ലൈസിൻ, ഓപ്ഷൻ സി ഹിസ്റ്റഡിൻ ആൻഡ് ലൈസിൻ, ഓപ്ഷൻ ഡി ഫീനൈൽ അലാനിൻ ആൻഡ് മെഥിയോണിൻ. അപ്പോ ഞാൻ ആ പോർഷൻ ഒന്നുകൂടി കാണിക്കാം. കാപ്പ കസീനെ എവിടെയാണ് റെന്നറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാ പറഞ്ഞേ. കാപ്പ കസീനെ റെന്നറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത് 105, 106 ഫീനൈൽ അലാനിൻ മെഥിയോണിൻ. അപ്പോ ഫീനൈൽ അലാനിൻ മെഥിയോണിൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ കഴിഞ്ഞ FSO ചോദിച്ച ചോദ്യമായിരുന്നു ചീസിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതുപോലെ ഡീപ്പായിട്ടുള്ള പോർഷൻ ഭാഗത്തുനിന്ന് ആവാം. അപ്പോ പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ചീസിന്റെ ഇന്ന് കവർ ചെയ്ത പോർഷൻസ് നമ്മൾ ചെഡാറിങ് വരെയുള്ള ചെഡാർ ചീസിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ചെഡാറിങ് തൊട്ടാണ് ഇന്ന് എടുത്തത്. ചെഡാറിങ് എന്താന്ന് പറഞ്ഞു. ചെഡാറിങ്ങിലുള്ള ആ 4 സ്റ്റെപ്സ്, പാക്കിങ്, ടേണിങ്, പൈലിംഗ് ആൻഡ് റീപൈലിംഗ്, അതിനെപ്പറ്റി പറഞ്ഞു. മില്ലിങ്, പിന്നെ സോൾട്ടിങ്, ഹൂപ്പിംഗ്, ഡ്രസ്സിങ്, പ്രസ്സിങ്, ഡ്രൈയിങ്, പാരഫിനിങ്, റൈപ്പനിങ് ഓർ മെച്യൂറിങ് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു എൻസൈമാറ്റിക് കൊയാഗുലേഷൻ ഓഫ് മിൽക്ക്, അതിനെപ്പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് ചീസസ്, അതായത് സ്വിസ് ചീസ് ഓർ എമൻഡാൽ ചീസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. അടുത്ത മോസറല്ല ചീസ്, അതിന്റെ മറ്റൊരു പേരാണ് പിസ ചീസ്. അത് ബിലോങ്സ് ടു പാസ്ത ഫിലാത്ത ഗ്രൂപ്പ്. പിന്നെ മൊസറല്ല ചീസ് ഉണ്ടാക്കുന്നത് ബഫലോ മിൽക്ക് എന്നാണ്. പിന്നെ കോട്ടേജ് ചീസ് എന്ന് പറഞ്ഞത് സ്കിം മിൽക്ക് നിന്ന് ഉണ്ടാക്കുന്ന ചീസാണ്, സോഫ്റ്റ് ചീസ് ആണ്. പിന്നെ ഫെറ്റ ചീസ്, അത് ഗോട്ട് ഓർ ഷീപ്പ് മിൽക്ക് നിന്ന് ഉണ്ടാക്കുന്ന ചീസാണ്. റിക്കോട്ട ചീസ്, അതൊരു ഇറ്റാലിയൻ വേ ചീസാണ്. പിന്നെ പാക്കേജിങ്, അതിന്റെ ഫോംസ്, അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, സ്റ്റോറേജ്, ചെഡാർ ഗ്രൂപ്പിന്റെയും മറ്റ് സെമി ഹാർഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ചെണ്ണത്തിന്റെയും പറഞ്ഞു.